അങ്ങനെ ഞങ്ങൾ കുടുംബമായി അരീക്കൽ ബീച്ചിലെത്തിയിരിക്കുകയാണ്. ഇതാണ് എൻ്റെ പൊണ്ടാട്ടി പോന്നു, എൻ്റെ മക്കള്, എൻ്റെ അമ്മ. ഇത് ഇങ്ങോട്ട് പാടി കൊച്ചുമോളെ, അങ്ങോട്ടൊന്നും പോവാടി. കണ്ടോ, കടല് നല്ല രീതിയിൽ ശോഭിച്ച് നിൽക്കുകയാണ്. കടൽ ശോഭിച്ചിരിക്കുന്നതാണോ. പൊണ്ടാട്ടി ഇത് പിടിക്കുകയാണ്. നല്ല തിരമാല കേട്ടോ, നല്ല തിരമാല. ട്രോളിങ് ആണെങ്കിലേ ചെറിയ ചെറിയ വള്ളങ്ങൾ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. ഒന്ന് ദൂരെ കാണാം, ചെറിയ വള്ളങ്ങൾ ഇറങ്ങി. പക്ഷേ ഈ തിരമാല ഇങ്ങ് കയറുമെന്നാണ് പറയുന്നത്. കാരണം ഇങ്ങ് വരെയൊക്കെ കയറിയിട്ടുണ്ട് കേട്ടോ. നല്ല ഇതാണ് കേൾക്കുന്നത്. അടിപൊളിയല്ലേ, കാണാൻ തന്നെ ഒരു ഭംഗി. പക്ഷേ ഇത് കണ്ടോ, ഇതെല്ലാം തിരമാല അടിച്ച് എല്ലാം കളഞ്ഞു ഇവിടുത്തെ. ആ കടലിൻ്റെ ശോഭ എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാക്കണം. കോപമേ നോക്കി, കടൽ ശോഭ നമ്മൾ കേട്ടിട്ടുണ്ടെങ്കിലേ ഇതുണ്ടോ, നല്ല മഴ വന്ന സമയത്ത് എല്ലാം അരിഞ്ഞ് പറക്കി കയറിയതാണ്. അതെ, ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ ഒട്ടകം കാണിച്ചിരുന്നു പറയുന്നത്. ഒട്ടകം മരുഭൂമിയിൽ കാണുന്ന ഒട്ടകത്തെ കണ്ടില്ലെന്ന് പറയുന്നത്. ഇതാണ് മരുഭൂമിയിലെ ഒട്ടകം. അത് നമ്മുടെ കേരളത്തിലും ഉണ്ടെന്ന് മനസ്സിലാക്കുക. ഇതാണ് ഒട്ടകം. ഇത് എത്ര ഏട്ടാ? ഒരാൾക്ക് 100. ഹായ്, ഇതിൻ്റെ പല്ല് കണ്ടല്ലേ, കണ്ടോ ഒട്ടകത്തെ കണ്ടോ. അമ്മ ഒട്ടകത്തെ ആദ്യമായിട്ട് കാണുമല്ലേ? അതെ, എൻ്റെ അമ്മ ഒട്ടകത്തെ ആദ്യമായിട്ട് കാണുവാണ്. ഞാൻ കണ്ടില്ലെന്നാലും പറയുന്നത്. കണ്ടില്ല, അവരുടെ പരിപാടിയല്ലേ. എടീ പൊടിമോളെ, അങ്ങോട്ട് പോയാൽ പ്ലങ്ങോ പ്ലങ്ങോ. ഇപ്പം ഇവർക്ക് ഒട്ടകത്തെ കയറണം. ഒട്ടകമുണ്ട്, കുതിരയുണ്ട്. എൻ്റെ പൊണ്ടാട്ടിക്ക് കുതിരയെ കയറണം എന്നാണ് പറയുന്നത്. ഒട്ടകത്തെ കയറുമ്പം അവർക്ക് പേടി. ഒട്ടകത്തെ കാണിച്ചു കൊടുത്തു, പക്ഷെ അവർ റേറ്റ് ഭയങ്കരമാണ്. ഒരാൾ കയറുന്നതിന് അവർ ചോദിക്കുന്നത് 100 രൂപയാണ്. മനസ്സിലായോ? ഒരാൾ കയറുന്നതിന് വേണ്ട മതി. കാരണം നമുക്കത് കൊടുക്കുന്നതിൻ്റെ അല്ല, പക്ഷേ പൈസ ഇതേ കണ്ടോ, അതിൻ്റെ പുറവശമൊക്കെ കണ്ടോ. ഉണ്ടോ, ഇങ്ങോട്ട് മാറി. ഇവരോടൊന്ന് ഇറങ്ങല്ലെന്ന് പറഞ്ഞാൽ ഇത് കേൾക്കത്തില്ല. പക്ഷേ ഈ കടല് ഒരാൾ ഒന്ന് ജസ്റ്റ് തെന്നിപ്പോയാൽ 8 പണി കിട്ടും. കാരണം ആ രീതിയിലുള്ള കടൽക്ഷോഭമാണ്. എന്നാ തിരമാലയെന്നറിയാമോ? അരീക്കൽ ബീച്ചാണ്, അരീക്കൽ ബീച്ച്. എൻ്റെ അമ്മയ്ക്ക് അരീക്കൽ ബീച്ച് കാണുന്നവർ കൊണ്ടുവന്നു. കണ്ടോ, പെണ്ടാട്ടി പെണ്ണാർ എല്ലാവരും ഉണ്ട്. ഭയങ്കര വീഡിയോ എടുപ്പാണ്. ഇതാണ് എൻ്റെ അമ്മ. ഓക്കെ.